Welcome to BRILLIANCE Education. In this discussion topic, അംശബന്ധവും അനുപാതവുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമെന്റും മണലും 2:7 എന്ന അംശബന്ധത്തിൽ ചേർത്ത് ചാക്ക് തയ്യാറാക്കുന്നു. അതിനുവേണ്ടി 12 ചാക്ക് സിമെന്റ് ഉപയോഗിച്ചെങ്കിൽ എത്ര ചാക്ക് മണൽ ഉപയോഗിച്ച് കാണുമെന്നാണ് ചോദിക്കുന്നത്. 2:7 നമുക്ക് തന്നിരിക്കുന്ന അംശബന്ധം. സിമെന്റ് ആണ്, അതിൽ എത്ര ചാക്ക് സിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്? സിമെന്റിന്റെയാണ്, സിമെന്റും മണലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിമെന്റ് 2:7. അപ്പൊ നമുക്ക് സിമെന്റിന്റെ പോർഷൻ എത്ര തന്നിട്ടുണ്ട്? 12 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 12 എത്രയായിരിക്കും എന്ന് ഞാൻ ചോദിച്ചില്ല, മണൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് അതിനെ എക്സ് ആയി വെക്കാം. തന്നിരിക്കുന്ന 2:7 എന്ന സിമെന്റും മണലാണ് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 12 ചാക്ക് സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഈ പ്രകാരമായിരിക്കണം. അതിന് 12 ചാക്ക് സിമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ എത്ര ചാക്ക് മണൽ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ റേഷ്യോ പ്രകാരം ഇതിന്റെ 12 സിമെന്റ് എങ്കിൽ മണൽ എത്ര എടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ മെത്തേഡിലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? A/B = C/D ആണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? A/D. AD = എന്താണ്? BC ആണ്. ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കുറെ സോൾവ് ചെയ്ത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസും ഈ മെത്തേഡിലാണെങ്കിൽ എന്താ ഒറ്റയടിക്ക് നമുക്ക് A/B എന്ന് പറയുന്നത് AD എന്താണ്? AD എന്ന് പറയുമ്പോൾ 2x = 7 × 12 ആണ്. എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 7 × 12 ഇൻറ്റു ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായി മാറി കട്ടാക്കാം. 6 × 7 = 42 ആണ്. അപ്പൊ നമുക്ക് 12 ചാക്ക് സിമെന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രയാണ് മണൽ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ 12 ആണ്. റേഷ്യോ കണക്കാണ്. 12 റേഷ്യോ. അപ്പൊ ഏതാണ് ഇതിന്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നമുക്ക് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2:7 ആണ് തന്നിട്ടുള്ള റേഷ്യോ പ്രകാരമാണെങ്കിൽ അതിന്റെ നമ്പർ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? 12 ചാക്കാണ് സിമെന്റ് പറഞ്ഞിട്ടുള്ളത്. അതിനോട് എത്രയാണ് മണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോ പ്രകാരം തന്നെ കണ്ടുപിടിക്കുക, കണക്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു പേജിൽ 35 വരി വീതം പ്രിന്റ് ചെയ്ത ഒരു പുസ്തകത്തിന് 160 പേജുകൾ വേണ്ടിവരും എങ്കിൽ ഒരു പേജിൽ 40 വരി വീതമാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ ആ പുസ്തകം എത്ര പേജിൽ ഒതുക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പേജില് 35 വരി വീതമാണ്. ഒരു പേജിൻ്റെതാണ്. ഒരു പേജിൽ 35 വരി വീതം ചെയ്യുകയാണെങ്കിൽ എത്ര പുസ്തകത്തിന് എത്രയാണ്? 160 പേജുകൾ. അങ്ങനെ ഒരു പുസ്തകത്തിന് വേണം 160 പേജ്. വരികളുടെ എണ്ണം 160 പേജ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? 40 വരി വീതമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര പുസ്തകം അതിൽ ഒതുക്കാം എന്നാണ്, എത്ര പേജിൽ ഒതുക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? റേഷ്യോ തന്നിട്ട് അത് കണക്ട് ചെയ്തു. നമുക്ക് ഇതിൽ റേഷ്യോ ഒന്നുമില്ല. അപ്പൊ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ഇതിലെന്താ പറയുക? 35 വരിയാണ്. വരി വീതമാണ് എത്ര തന്നിട്ടുള്ളത്? വരി വീതത്തില് ഒരു കാര്യത്തിലല്ല, ആ പുസ്തകത്തിൽ എത്ര എന്താ പറഞ്ഞത്? 160 പേജാണുള്ളത്, പേജുകളാണുള്ളത്. ഇതാണ് ഒരു പുസ്തകത്തിന്റെ കാര്യം തന്നിട്ടുള്ളത്. 35 വരി വീതമാണെങ്കിൽ അതിനെന്താ പറഞ്ഞിട്ടുള്ളത്? 160 പേജ്. അങ്ങനെയാണ് ഒരു ബുക്ക്. അങ്ങനെയാണ്. നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ളത്? 40 പേജുകളുള്ള വരി വീതമാണ് തന്നിട്ടുള്ളത്. വരികളുടെ എണ്ണം തന്നെയാണ് വീണ്ടും തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ 40 വരി വീതമാണ്. നമുക്ക് ഇവിടത്തെയാണ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒന്നിനെ ഇതിനെ M എന്നും മറ്റേതിനെ എങ്ങനെ കൊടുക്കാം? M എന്നും ഇതിനെ D എന്നും കൊടുക്കാം. M1 D1. ഇതിനെ കൊടുക്കാം M2 D2. നമുക്ക് ഏതെങ്കിലും ലെറ്റർ യൂസ് ചെയ്യാം. ആൾക്കാരുടെ എണ്ണം വെച്ചിട്ടോ പേജുകളുടെ എണ്ണം ആ ലെറ്റർ വെച്ചിട്ട് നോക്കാം. നമുക്ക് ഇങ്ങനത്തെ 2 കണ്ടീഷൻ്റെ ആണെങ്കിൽ നമുക്ക് M1 അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്നും പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താലാണ് ഒരു ബുക്ക് എന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താലാണ് ഒരു ബുക്ക്. അതിനോട് കണക്ട് ചെയ്താലാണ് നമുക്ക് അടുത്ത് ഇത് വെച്ചിട്ടാണ് മറ്റേ ബുക്ക് കണക്ട് ചെയ്യുന്നത്.
നമുക്ക് ഇവിടെ നിന്ന് എക്സ് ആയി കൊടുക്കാം. ഇക്വേഷൻ പഠിക്കുന്ന രീതിയാണെങ്കിൽ എന്ത് ചെയ്യണം? M1 D1 = M2 D2 എന്ന് പറയാം. അങ്ങനെ നമുക്ക് പഠിക്കാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഒരു പുസ്തകത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 35 ആണെങ്കിൽ വന്നിട്ട് 160, അതാണ് ഒരു ബുക്കിൻ്റെ കാര്യം. അങ്ങനെ നെക്സ്റ്റ് ബുക്കിൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 കൂടെ എത്രയും നോക്കാം. അപ്പോൾ എത്രയോ തമ്മിൽ ഇൻറ്റു ചെയ്തതെന്ന് വിചാരിച്ചാലും മതി. അങ്ങനെ ചെയ്താലും ഈ ക്വസ്റ്റ്യന് സുഖമായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. നമുക്കതിൻ്റെ എക്സാണ് ഇവിടെ ഇൻറ്റു ആണ് 40 ചെയ്തിരിക്കുന്നത്. ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊല്ലുമ്പോൾ എന്താവും? മാറും, ഡിവിഷനായി മാറി. നമുക്കിവിടെ എക്സ് ആക്കി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലെറ്ററിനെ എക്സ് ആയി കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടായി 35 × 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ 140 ആയിരിക്കും. 140 ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇത് ചെയ്തിരിക്കുന്ന ഒരു ബുക്കിൻ്റെ കാര്യം തന്നിട്ട് നെക്സ്റ്റ് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം നമ്മൾ ഇൻറ്റു ചെയ്യുക, അതിനോട് കണക്റ്റാണ് മറ്റേത് വെച്ചിട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഏതാണ് എം എന്നും അല്ലെങ്കിൽ വരികളുടെ എണ്ണാണെങ്കിൽ ബി എന്നാണ്, പേജുകളുടെ എണ്ണാണ് പി ആണെങ്കിൽ കൊടുക്കുക. അതിന് 1 ആയിട്ട് രണ്ടാമത്തെ ആദ്യം തന്നിരിക്കുന്ന 1 ആയിട്ട് കൊടുക്കുക. രണ്ടാമത്തേന് വരികളുടെ വി ആണെങ്കിൽ V2, പി ആണെങ്കിൽ പേജുകളുടെ ആണെങ്കിൽ P2 എന്ന് കൊടുക്കാം. അത് വെച്ചിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോൾവ് ചെയ്താൽ 140 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x, y എന്നീ സംഖ്യകൾ 4:9 എന്ന അംശബന്ധത്തിലാണെങ്കിൽ എക്സിന്റെ എത്ര ഭാഗമാണ് y എന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിട്ടുണ്ട് 4/9, 9/4, 4/13, 9/13. ക്വസ്റ്റ്യന് കൂടുതൽ ചെയ്യാനൊന്നുമില്ല, നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു കൊടുക്കുക. x, y എന്നീ സംഖ്യകളാണ് 4:9 എന്ന അംശബന്ധത്തിലാണെങ്കിൽ എക്സിന്റെ എത്ര ഭാഗമാണ് y എന്നാണ് ചോദിച്ചിരിക്കുക. നമുക്ക് ആദ്യം തന്നെ ഈ ഓപ്ഷൻ എല്ലാം വേണം ചിന്തിക്കുക. ഇതാവും എപ്പോഴും തെറ്റിക്കുക. എത്ര ഭാഗമാണ് y എന്നാണ് ചോദിച്ചിരിക്കുന്നത്. x, y. എക്സ് എന്ന് നമുക്ക് 4-നെയും y എന്ന് 9-നെയും നോക്കാം. എന്നിട്ട് y എത്ര ഭാഗമാണ് y എന്നാണ് ചോദിച്ചത്. ഭാഗം y ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. y എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കുക? ഇത് x ആണ്, ഭാഗമാണ് x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4/9 എന്ന് എഴുതാം. വൈൻ്റെ എത്ര ഭാഗമാണ് x എന്ന് ചോദ്യമാണെങ്കിൽ എന്താണ് 4/9. നമ്മളോട് ചോദിച്ചത് എത്ര ഭാഗമാണ് എക്സിന്റെ എത്ര ഭാഗമാണ് y എന്നാണ് ചോദിച്ചിരിക്കുന്നത്. y എന്ന് കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? നമുക്ക് y ആണ് ചോദിച്ചിരിക്കുന്നത്. വൈയുടെ എണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. 9/4 അല്ലേ? y ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. y ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് 9. വൈകളുടെ എണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. y എന്ന് പറഞ്ഞാൽ 9 ആണ്. 9/4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ട്രെയിനിന്റെയും ബസിന്റെയും വേഗതകൾ 8:3 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ ട്രെയിൻ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം യാത്ര ചെയ്യാൻ ബസ്സിന് എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ട്രെയിനിന്റെയും ബസ്സിന്റെയും വേഗതകൾ തന്നിട്ടുള്ളൂ. ട്രെയിനിന്റെയും ബസ്സിന്റെയും വേഗതകൾ തമ്മിലുള്ള റേഷ്യോ ആണ് 8:3. വേഗതകൾ ഏതൊക്കെയാണ്? ട്രെയിനിന്റെയും ബസ്സിന്റെയും വേഗതകൾ നമുക്ക് തന്നിട്ടുള്ളത് 8x എന്നും 3x എന്നും കൊടുക്കാം. നമുക്ക് x ആയി കൊടുക്കാം. വേഗതകളുടെ ഏതോ റേഷ്യോ ആണ് 8x 3x. 8 എന്നതിനോട് റേഷ്യോ ആണ് തന്നിട്ടുള്ള 3. അപ്പോൾ ട്രെയിനിന്റെയും ബസ്സിന്റെയും വേഗതകൾ തമ്മിലുള്ള റേഷ്യോ 8x 3x രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിക്കുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഈ ദൂരം യാത്ര ചെയ്ത് ബസ്സിന് എത്ര സമയം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സിന് എത്ര സമയം വേണം. അപ്പൊ നമുക്ക് ട്രെയിനിന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ട്രെയിനിന്റെ ദൂരം അറിയണം. ട്രെയിനിന്റെ ദൂരം അതാണ് യാത്ര ചെയ്യാൻ ബസ്സിന് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് 6 മണിക്കൂർ കൊണ്ടാണ് 6 അവർ കൊണ്ടാണ് അത്ര ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. ദൂരം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ട്രെയിനിന്റെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ട്രെയിനിന്റെ ദൂരം ഏതായാലും ദൂരം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വേഗത സമയമാണ്. അപ്പൊ ട്രെയിനിന്റെ എന്താ നമുക്ക് തന്നിട്ടുണ്ട്? വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ദൂരാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ? 8x നമ്മൾ 8x എന്ന് കൊടുത്തിട്ടുണ്ട്.
സമയം നമുക്ക് തന്നിട്ടുണ്ട് 6 മണിക്കൂറാണ് അല്ലേ, 6 മണിക്കൂറാണ് തന്നിട്ടുണ്ട്. 48 എക്സായിട്ട് അവർക്ക് എടുക്കാം. അപ്പൊ 6 മണിക്കൂർ കൊണ്ട് ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 48 എക്സ് ആണ്. നമുക്ക് എക്സ് നമുക്ക് റേഷ്യോയിലാണ് നമ്പർ എല്ലാം പറഞ്ഞിട്ടുള്ളത്, റേഷ്യോ ആയതുകൊണ്ടാണ് നമുക്ക് എക്സിൽ കൊടുക്കാനും 48 എക്സ്. അതിനോട് നമുക്ക് എന്ത് ചെയ്യാം, ബസ്സിന് വേണ്ട സമയം കണ്ടിട്ടില്ല. ഇതിനോട് ദൂരം യാത്ര ചെയ്യാൻ ബസ്സിന് എത്ര സമയം വേണമെന്ന് ചോദിച്ചിരിക്കുക. ഈ ബസ്സിന്റെ കാര്യം നമുക്ക് കണ്ടുപിടിക്കാം. ബസ്സിനും വേണ്ട സമയം എന്ന് പറഞ്ഞാൽ സമയം കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്, ദൂരം ബൈ വേഗതയാണ്. ദൂരം നമുക്ക് ഇതിനോട് യാത്ര ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ദൂരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 48 എക്സ്. വേഗത എത്രയാണ്, ബസ്സിന്റെ വേഗത നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 3 എക്സ്. എക്സ് എക്സും കട്ടാക്കാം, എത്ര വരും, 16. ഓക്കെ, ഒന്ന് ബാലൻസ് 16 അവർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 16 അവറാണ് വരിക. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച് നോക്കുക, ട്രെയിനിന്റെയും ബസ്സിന്റെയും വേഗതകളാണ് റേഷ്യോ തന്നിട്ടുള്ളത്. നമുക്ക് അത് വെച്ചിട്ടാണ് ബാക്കി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ 8x 3x നമുക്ക് കൊടുത്തു. തന്നിരിക്കുന്നത് പിന്നെ എന്താണ്, അതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഒരു കാര്യം കാണിക്കുന്നത്. ട്രെയിൻ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദൂരം യാത്ര ചെയ്യണമെങ്കിൽ ബസ്സിന് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബസ്സിന്റെ ട്രെയിനിന്റെ സഞ്ചരിച്ച ദൂരം നമ്മൾ കണ്ടുപിടിച്ച ആ ദൂരത്തെ യാത്ര ചെയ്യേണ്ട ബസ്സിന് എത്ര വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വേഗത കണ്ടുപിടിച്ചാൽ അതെത്ര യാത്ര ചെയ്യാൻ വേണ്ട എത്ര സമയം വേണമെന്ന് ചോദിക്കുക. അപ്പൊ ട്രെയിൻ യാത്ര ചെയ്യാൻ എടുക്കുന്ന ദൂരം എത്രയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ എത്ര സമയം, അത് യാത്ര ചെയ്യാൻ എത്ര സമയം വേണം, സമയം കണ്ടുപിടിക്കാതെ ഇക്വേഷൻ ദൂരം ബൈ വേഗതയാണ് കണ്ടുപിടിച്ചു. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നന്നായിട്ട് നോക്കുക, മനസ്സിലാക്കുക. 16 അവറാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 20 പേർ 12 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലിയാണ്. 20 പേർ 12 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 8 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേർ വേണ്ടിവരും? ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണത്. 20 പേരാണ്. അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞു, 20 ആളുകളുടെ എണ്ണാണ് വന്നിട്ടുണ്ട്. ആളുകളുടെ എണ്ണാണ് അപ്പൊ നോക്കാൻ 20 ആളുകൾ. അത് അവരെത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 12 ദിവസം മതി അവർക്ക്. അങ്ങനെയെങ്കിൽ 8 ദിവസമാണ് വന്നിട്ടുള്ളത്. 8 ദിവസമാണ് ഇവിടെ എന്തെങ്കിലും എഴുതേണ്ടത്. നമുക്ക് 8 ദിവസം ഇവിടെയാണ് എഴുതുന്നത് അല്ലേ. ഞാൻ ആളുകളുടെ എണ്ണത്തിനാണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ ആണെങ്കിൽ എണ്ണം ഇവിടെ M2 ആക്കി നമ്മൾ കണ്ടിട്ടില്ല. ഡേ ആണ് D1 D2. ഓക്കെ, അതനുസരിച്ചാണ് നമ്മൾ വേറെ ഈ പ്രോബ്ലം ആളുകളുടെ എണ്ണം ദിവസം വെച്ചിട്ടായിരിക്കും നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഒരു M D വെച്ചിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായി വന്നിട്ടുള്ള M1 D1 M2 D2. ഇക്വേഷൻ പഠിക്കണമെന്നൊന്നുമില്ല. എന്നാലും ഈ രീതിയിൽ നമുക്ക് രണ്ടും കൂടി ഇതാക്കിയാലാണ് ഒരു കംപ്ലീറ്റ് കാര്യം ചെയ്തു തീർക്കുക. അടുത്തത് കണക്ട് ചെയ്ത് ചെയ്യാം. അങ്ങനെ ചെയ്യാമോ? 20 × 12 ഇവിടെ നമുക്ക് തന്നിട്ടില്ല. അതിനെ എക്സ് ആക്കി കൊടുക്കാം. എക്സ് × 8 എന്നാണ്. എക്സ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. 20 × 12 ഈക്വലിനെ പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റുള്ളത് ഡിവിഷനായി മാറി 8. 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോകുന്നതാണ്. വീണ്ടും ക്യാൻസലാക്കി 2 3 ആയി മാറി. വീണ്ടും എത്ര വരും? 10 × 3 എന്ന് പറഞ്ഞാൽ 30. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് മാച്ച് ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ്. ഈ മെത്തേഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കൊരു വെച്ച് ചെയ്യുക. ആളുകളുടെ എണ്ണം ദിവസം വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് വെച്ചിട്ട് ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം ഇൻറ്റു ചെയ്താലാണെന്ന് ആലോചിക്കുക. അപ്പം ഒരു ജോലി അതിനോട് എത്രയാണ് നമുക്ക് വെച്ചിട്ട് ചെയ്യുക. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്കൂട്ടറിന്റെയും ടി വിയുടെയും വിലകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 7:5 ആണ്. സ്കൂട്ടറിന് ടി വിയേക്ക് 8000 രൂപ കൂടുതൽ ആകുമെങ്കിൽ ടി വിയുടെ വില എത്ര എന്നാണ് ചോദിച്ചത്. ടി വിയുടെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ റേഷ്യോ ഉള്ള കാര്യം ചെയ്താൽ സ്കൂട്ടറിന്റെയും ടി വിയുടെയും വില തമ്മിലുള്ള
അംശബന്ധം എന്താ കണ്ടിട്ടുള്ളത്? സ്കൂട്ടറിന്റെയും TV അംശബന്ധം എത്ര വന്നിട്ടുണ്ട്? 7:5 വന്നിട്ടുണ്ട്. അത് പ്രകാരം നോക്കാം നമുക്ക്. സ്കൂട്ടറിന് TV-യൊക്കെ 8000 രൂപയാണ് കൂടുതൽ. സ്കൂട്ടറിന് TV. അപ്പൊ സ്കൂട്ടറിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് 7 TV-യുടെ 5 നോക്കാം. അപ്പൊ സ്കൂട്ടറിന് TV-യൊക്കെ 8000 രൂപ. നമുക്ക് റേഷ്യോ പ്രകാരമാണെങ്കിൽ നമുക്ക് ഇത് മാത്രമേ കണ്ടു. സ്കൂട്ടറിന് TV-യേക്കാളാണ് 8000 രൂപ കൂടുതൽ. അപ്പൊ നമുക്ക് നോക്കിയാൽ നമുക്ക് ഇത് പ്രകാരം നമുക്ക് എന്ത് പറയാം? X ആയിട്ട് കൊടുത്തു. ഇപ്പോൾ 7x 5x അങ്ങനെയാണ്. നമ്മൾ ചെറിയൊരു വാല്യൂ വെച്ചിട്ട് നോക്കിയൊക്കെ സ്കൂട്ടറിന്റെ TV-യേക്കാൾ 5 രൂപ കൂടുതലാണെന്ന് നമ്മൾ ചിന്തിക്കുക. 5 രൂപയാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സ്കൂട്ടറിന്റെ TV-യേക്കാൾ 5 രൂപയാണ് കൂടുതൽ. ആ രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂട്ടറിന്റെ TV-യേക്കാൾ 5 രൂപയാണ് കൂടുതൽ. അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. കുറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേതിന്റെ വില അറിയാൻ പറ്റും. കുറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര 5 രൂപയാണ് കൂടുതൽ. 5 രൂപ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു പെന്നിന് പേനയുടെ 2 രൂപയാണ് കൂടുതലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ? കുറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് വില അറിയാം. അതേപോലെ തന്നെയാണ് ചെറിയ നമ്പർ വെച്ച് നോക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക 7x നിന്ന് 5x മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും? 8000 രൂപയാണ് കിട്ടുക. നമുക്കിതിൽ റേഷ്യോ ആണ് തന്നിട്ടുള്ളതാണ് എക്സ് വന്നത്. തന്നിരിക്കുന്ന കറക്റ്റ് വില തന്നിട്ടുണ്ട്, റേഷ്യോ പ്രകാരമാണ് തന്നിട്ടുണ്ട്. നമുക്ക് 8000 രൂപ വെച്ചിട്ട് തന്നെ ഉണ്ട്. ഇതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എത്ര വരും? 2x ഈക്വൽ ടു 8000 വരും. എക്സിന്റെ വാല്യൂ എത്ര? 8000 ഇൻറ്റുള്ളത് ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായി മാറി എത്ര വരും? 4000. 4000 ആണ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് എന്തിന്റെ വിലയാണ് കണ്ടുപിടിക്കുന്നത്? TV ആണ്. TV എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ 5 ഇൻറ്റു 4000, 5 4 20 സ്കൂട്ടറിന് TV-യേക്കാൾ 8000 രൂപ കൂടുതലുള്ള ഒരു ആശയത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുക. അപ്പൊ 7x മൈനസ് 5x എത്ര രൂപയാണ് കൂടുതൽ? 8000 രൂപയാണ്. അതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഏതിനാണ് നമുക്ക് കണ്ടുപിടിക്കാൻ? TV-യുടെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി 20000 രൂപയാണ് കണ്ടുപിടിക്കുന്നത്. എത്ര രൂപയാണ് TV-യുടെ വില? എത്രയെന്ന് ചോദിച്ചിട്ട് 20000 രൂപ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 3:2 2ലാണ്. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 300 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതത്തിലാണ് നമ്മൾ പറയാറുള്ള അനുപാതത്തിലാണ് വന്നിട്ടുള്ളത് ഈ ക്വസ്റ്റ്യന്റെ. സംഖ്യകൾ ഏതൊക്കെയാണ്? നമുക്ക് തന്നെ 3:3x 2x രീതിയിൽ തന്നെ കൊടുക്കാം. അവ തമ്മിലുള്ള വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ അറിയണം? വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വന്നത്? 3x മൈനസ് 2x എന്ന് പറഞ്ഞത് എത്രയാണ് വന്നിട്ടുള്ളത്? 300. അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് മനസ്സിലാവാതിരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. സംഖ്യകൾ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് തന്നെ കൊടുക്കുക. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവ തമ്മിലുള്ള തുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വന്നിട്ടുള്ളത്? 300. ഇതിന് എന്താ ചെയ്യണം? ചെറിയ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിട്ടും കണ്ടുപിടിക്കേണ്ടി വരിക? 2x ആണ്. കാരണം വലിയ സംഖ്യയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സംഖ്യ 3ന്റെ കൂടെ x ആവും നമ്മൾ വേണ്ടിയത്. വലിയ സംഖ്യ ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 2x ആവും കണ്ടുപിടിക്കേണ്ടി വരിക. നമുക്കിത് മൈനസ് ചെയ്ത് എത്ര വരും? x എന്ന് വരും. 3x 2x മൈനസ് ചെയ്താൽ 1x എന്ന് വരും. x ഓക്കെ 300. എക്സ് എന്ന് പറയാൻ നമുക്ക് എത്ര തന്നെ കിട്ടി? 300 തന്നെ കിട്ടി. ഇത് ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കാൻ വന്നത്. അപ്പോൾ ചെറിയ സംഖ്യ പറഞ്ഞാൽ 2x ആണ്. 2 ഇൻറ്റു 300 എന്ന് വരും. എത്ര വരും? 600. ഏതാണ്? ക്ലിയർ ആയാലും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ സംഖ്യ ആണെങ്കിൽ 3x ആണ് കണ്ടുപിടിക്കാൻ വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 600. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2:5 എന്ന അംശബന്ധത്തോട് എത്ര കൂട്ടിയാലാണ് 3:4 എന്ന അംശബന്ധം മാറുക എന്നാണ് ചോദിച്ചത്. എത്ര കൂട്ടിയാൽ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. 2:5 എന്ന അംശബന്ധത്തോട് എത്ര കൂട്ടിയാലാണ് 3:4 എന്ന അംശബന്ധം ആകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്ക് റേഷ്യോ തന്നെ എഴുതാം. 2:, ആദ്യം തന്നെ പറയുന്നു A:B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? ചെറുപ്പത്തിൽ A/B ആണ് എഴുതാറ്. അതേപോലെ ഞാൻ എന്ത് ചെയ്തു? 2:5 2/5 എന്ന് കൊടുത്തു. ഇതിൻ്റെ കൂടെ എത്ര അംശബന്ധത്തോട് എത്ര കൂട്ടിയാലാണ് എത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ നമുക്ക് അങ്ങനെ എഴുതാം 3/4. എത്ര കൂട്ടിയാൽ പ്ലസ് കൊടുത്തു ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എത്രയോ നമ്മൾ നമ്പർ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ എക്സ് ആക്കി കൊടുത്തു. എത്രയോ കൂട്ടിയാലാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അറിയില്ല. അപ്പോൾ രണ്ടിടത്തും വെറുതെ എക്സ് കൊടുത്തു. ഇനി നമുക്കിത് ചെയ്യേണ്ടത് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒറ്റ ഇതിൽ എഴുതാം. 2 + x / 5 + x ആണ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3/4. ഒറ്റ നേരത്തെ എഴുതി തന്നെ കേട്ടോ. നമുക്ക് ഈ മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് നമ്പേഴ്സിനെ കൊണ്ടുവരിക. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഡിവിഷനാണ്. മുകളിലേക്ക് ഇൻറ്റു ആയിട്ട് വരുന്നത്. 2 + x ഡിവിഷനായിട്ട് ഇൻറ്റു 4 ഈക്വൽ. നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണോ പറയുന്നത് താഴെ നമ്മൾ ഇൻറ്റു ചെയ്യാറ്. അതെപ്പോഴും എല്ലാം ചെയ്യാൻ ചോദിക്കാനുള്ള സംശയമാണ്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഈക്വലിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്പേഴ്സിനെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. നമുക്ക് 5 + x ഈക്വലിൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് അങ്ങനെയാണ് ചെയ്യണം. ക്രോസ് ആയിട്ടൊന്നും ചിന്തിക്കരുത്. അപ്പോൾ താഴെയാണ് കിടക്കുന്നത്. ഈക്വലിൻ്റെ അപ്പുറത്തേക്കും എന്തായിട്ട് മാറും? മുകളിലേക്ക് പോയി. അപ്പോൾ 5 + x ഇവിടെ എന്താണ്? ഇൻറ്റു 3. ഓക്കെ, ഇതിന് സോൾവ് ചെയ്താൽ മാത്രം മതി. ഇതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി. ഓപ്പൺ ചെയ്യണം. 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. പ്ലസ് 4 × x 4x ഈക്വൽ 5 × 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. പ്ലസ് 3x. നമ്പേഴ്സിനേക്ക് ഒരുമിച്ച് കൊണ്ടാൽ എക്സുകളൊക്കെ തന്നെ ഒരുമിച്ച് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ നമ്പർ വലിയ നമ്പർ അവിടെ തന്നെ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്കാണ് കൊണ്ടിരുന്നത്. ഇപ്പോഴും പ്ലസ് ആയതുകൊണ്ട് ഇവിടത്തേക്ക് വരുമ്പോൾ മൈനസ് ആയതുകൊണ്ട് 4x ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഇങ്ങോട്ട് 3x ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് പ്ലസ് ഉള്ളത് മൈനസ് ആയതുകൊണ്ട് 4x 3x മൈനസ് ചെയ്താൽ x ആണ്. 1x ആണ് ഈക്വൽ ടു 15 നിന്ന് 8 പോയാൽ എത്ര വരെ ആൻസർ? x ആണ്. ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താ ചെയ്തത്? നമുക്ക് എന്തിനോട് എന്ത് കൂട്ടിയാലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ ബി എന്ന് പറഞ്ഞാൽ A/B മെത്തേഡിൽ എഴുതുന്നത് നമുക്ക് ചെയ്യുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്ത് വെച്ചു. ചെയ്തതിന് ശേഷം നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്ത് മാത്രം. എത്ര കൂട്ടിയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എക്സ് ആയി കൊടുക്കുക ചെയ്യുക. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 7 ആണ് ആൻസർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.